നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലത്ത് ടി കുരുവിള MLA-ക്കെതിരെ രാഷ്ട്രീയ കലാപം. MLA-യുടെ നോമിനിയെ കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിന് മാണി വിഭാഗം തടയിട്ടു. നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്ന് മാണി വിഭാഗം വിട്ടുനിന്നു. ഒരു ജനറൽ സെക്രട്ടറി രാജിവെച്ചു. മന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കാനുള്ള MLA-യുടെ ക്ഷണം കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ അവഗണിച്ചു. കറുകടുത്ത് പ്രായപൂർത്തിയാകാത്ത അമ്മയെയും പിഞ്ചുകുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോതമംഗലത്ത് തടിയിടിപ്പോയിരിക്കുന്ന വനംവകുപ്പ് സ്ഥലം റവന്യൂ വകുപ്പിനും മുനിസിപ്പാലിറ്റിക്കും കൈമാറുന്നതിനുള്ള അന്തിമ തീരുമാനമായിട്ടില്ല. കോതമംഗലത്ത് ജനപ്രതിനിധികളുടെ വാദം പൊളിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വാർത്തകൾ വിശദമായി. കോതമംഗലത്ത് കേരള കോൺഗ്രസ് M-ൽ ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിൽ കടുത്ത ഭിന്നത. ബാബു പോളിനെ ഭാരവാഹിത്വങ്ങളിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്നാണ് ഭിന്നതയുടെ ആക്കം വർദ്ധിച്ചത്. ബാബു പോളിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കേണ്ടിയിരുന്നില്ലെന്നാണ് മാണി വിഭാഗത്തിന് നിലപാട്. ബാബു പോളിന് പകരം നിയോജക മണ്ഡലം പ്രസിഡന്റായി AT പൗലോസിനെ നിയമിക്കാൻ ടി കുരുവിള MLA-യുടെ നേതൃത്വത്തിൽ ജോസഫ് വിഭാഗം നടത്തിയ നീക്കത്തെ മാണി വിഭാഗം വെട്ടുകയും ചെയ്തു. ചുമതല കൈമാറുന്നതിന്റെ ഭാഗമായി ചേർന്ന നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം മാണി വിഭാഗം നേതാക്കൾ ബഹിഷ്കരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് AT പൗലോസിന് ചുമതലയേൽക്കാനായില്ല. PK സജീവ്, റോണി മാത്യു എന്നിവരൊഴികെയുള്ള സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള മാണി വിഭാഗക്കാരുമാണ് വിട്ടുനിന്നത്. വർക്കിംഗ് പ്രസിഡന്റ് ഉള്ളപ്പോൾ തിരക്കിട്ട് പ്രസിഡന്റിനെ വയ്ക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വാദം. മാണി വിഭാഗക്കാരനായ NC ചെറിയാനാണ് വർക്കിംഗ് പ്രസിഡന്റ്. ബാബു പോളിനെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ AT പൗലോസിനെ പ്രസിഡന്റാക്കിയതായും ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം വ്യക്തമാക്കിയിരുന്നു. ടി കുരുവിളയുടെ താൽപര്യമാണ് ഇതുവഴി സംരക്ഷിച്ചത് എന്ന ആക്ഷേപം ഇപ്പോൾ മാണി വിഭാഗവും ശരിവയ്ക്കുകയാണ്. അതിനിടെ പാർട്ടിയുടെ ഓഫീസ് ചുമതലയുള്ള നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റുമായ VC മാത്തച്ചൻ സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തു. ജോസഫ് വിഭാഗത്തോടുള്ള അതൃപ്തിയാണ് രാജിക്ക് കാരണമെന്നാണ് അറിയുന്നത്. കേരള കോൺഗ്രസ് M-ലെ പ്രമുഖ നേതാവായ ടി കുരുവിളയുടെ തട്ടകത്തിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്ക് തലവേദനയാകുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ടി കുരുവിള MLA-യുടെ ക്ഷണം കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ അവഗണിച്ചു. ശനിയാഴ്ച കോതമംഗലത്തെ വിവിധ പരിപാടികൾ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്റെ വസതിയിൽ MLA വിരുന്നൊരുക്കിയത്. DCC പ്രസിഡന്റ് VJ പൗലോസും ബെന്നി ബെഹനാൻ MLA-യും മന്ത്രിക്കൊപ്പം ടി കുരുവിളയുടെ വീട്ടിലെത്തിയിരുന്നു. ഇവർക്കൊപ്പം ക്ഷണം കിട്ടിയിരുന്ന കോതമംഗലത്തെ നേതാക്കളാണ് വിരുന്ന് ബഹിഷ്കരിച്ച് കുരുവിളിയോടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചത്. KPCC അംഗം PP ഉതുപ്പാൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ AG ജോർജ്, AB എബ്രഹാം എന്നിവരാണ് വിരുന്ന് ബഹിഷ്കരിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കളും ടി കുരുവിള MLA-യും തമ്മിൽ കടുത്ത ഭിന്നതയിലാണ്. ഇതിന്റെ തുടർച്ചയാണ് വിരുന്ന് ബഹിഷ്കരണവും. രമേശ് ചെന്നിത്തലയുടെ അറിവോടെയായിരുന്നു ഈ ബഹിഷ്കരണം എന്നാണ് അറിയുന്നത്. കറുകടുത്ത് നിന്ന് അമ്മയെയും പിഞ്ചുകുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. അമ്മയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും സംശയമുണ്ട്. കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25-ാം തീയതി മുതലാണ് ഇരുവരെയും കാണാതായത്. ഭർത്താവിനൊപ്പമാണ് വീട്ടിൽ നിന്നും ഇവർ പോയത്. പിന്നീട് അമ്മയും കുഞ്ഞും മടങ്ങി വന്നില്ല. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തെന്നും സൂചനയുണ്ട്. അമ്മയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തെളിഞ്ഞാൽ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കും. മാതാപിതാക്കളടക്കം കൂടുതൽ പ്രതികളും ഉണ്ടായേക്കാം. കോതമംഗലത്ത് വനം വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നതിനും തടി ഡിപ്പോ മാറ്റുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ഉന്നതാധികാര സമിതിയെടുത്ത തീരുമാനം നടപ്പാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ ധാരണയായിട്ടില്ലെന്ന് വ്യക്തമായി. ഇപ്പോഴും നൂലാമാലകൾ അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വനം വകുപ്പിന് കൈവശമുള്ള സ്ഥലം മറ്റു വകുപ്പുകൾക്ക് കൈമാറാൻ മുഖ്യമന്ത്രി താല്പര്യമെടുത്തിട്ട് പോലും സാധിച്ചിട്ടില്ല. താൻ പിടിച്ചത് പുലിവാലിലാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഭവം. കോതമംഗലത്ത് വനംവകുപ്പിന്റെ കൈവശമിരിക്കുന്ന സ്ഥലം മുനിസിപ്പാലിറ്റിക്കും റവന്യൂ വകുപ്പിനും കൈമാറുന്നത് സംബന്ധിച്ച് എല്ലാ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നീങ്ങിയതായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ പലതവണ നടത്തിയ പ്രസ്താവനകൾ പൂർണ്ണമായും ശരിയായിരുന്നില്ലെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാതിരപ്പള്ളി ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പരാമർശം ഇവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതായിരുന്നു. വനം വകുപ്പിന്റെ കൈവശമിരിക്കുന്ന സ്ഥലം പൊതു ആവശ്യങ്ങൾക്കായി മുനിസിപ്പാലിറ്റിക്കും റവന്യൂ വകുപ്പിനും കൈമാറണമെന്ന ആവശ്യത്തിന് അനുകൂലമായി ഇടപെട്ട താൻ പുലിവാല് പിടിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഏറ്റ കാര്യമായതിനാൽ അത് നടത്തിക്കൊടുക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടെന്നും ഇതിന് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും നല്ല നിലയിൽ വികസന പ്രവർത്തനം നടത്തുന്നതിന് കൊടുക്കണമെന്നതാണ്. അപ്പൊ ഞാൻ
ആ 75 സെന്റ് സ്ഥലത്തിന് വാക്ക് പറഞ്ഞ് അതും ഞാൻ 100% കൺവിൻസ്ഡ് ആണ് അത് കൊടുക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിട്ട് തീരുമാനമെടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നടന്നിട്ടില്ല. രണ്ടാമത് വീണ്ടും കോൺഫറൻസ് കൂടിയപ്പോൾ തടസ്സവാദങ്ങളാണ് പറയുന്നത് 1, 2, 3, 4. ഞാൻ പറഞ്ഞതെല്ലാം മാറ്റിവെക്ക്, ഇത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിന് എന്തൊക്കെ വേണോ അത് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ട് 2 ദിവസമേ കഴിയുള്ളൂ. വനം വകുപ്പുമായി ബന്ധമുള്ള ഭൂമിയുടെ കാര്യത്തിൽ ഇടപെട്ടാലുള്ള നൂലാമാലകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തടി ഡിപ്പോ പ്രശ്നം മുഖ്യമന്ത്രി വിശദമായി പരാമർശിച്ചത്. വനം വകുപ്പിന്റെ തടി ഡിപ്പോയും വിവിധ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് 75 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് കൈമാറാനും തടി ഡിപ്പോ നിർത്തലാക്കാനും വകുപ്പ് സെക്രട്ടറിമാരടങ്ങുന്ന ഉന്നതാധികാര സമിതി തീരുമാനമെടുത്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. തീരുമാനം നടപ്പാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പലതവണ ധാരണയിലും എത്തിയതാണ്. ഈ യോഗങ്ങളിലെല്ലാം സ്ഥലം കൈമാറുന്നതിന് സമ്മതം പ്രകടിപ്പിക്കുന്ന വനം വകുപ്പ് ഘടകവിരുദ്ധമായ സമീപനമാണ് പുറത്തു കൈക്കൊള്ളുന്നത്. വനം വകുപ്പ് പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിട്ടുള്ള ഈ സ്ഥലം കൈമാറുന്നതിനോട് വനം വകുപ്പിന് പൊതുവെ എതിർപ്പാണുള്ളത്. ഇതിന് കേന്ദ്ര അനുമതിയും നിയമപ്രശ്നങ്ങളും അടക്കം നിരവധി തടസ്സവാദങ്ങളാണ് വനം വകുപ്പ് ഉന്നയിക്കുന്നത്. അല്ല, വനവുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ കുരുക്ക് നല്ലതുപോലെ അറിയാവുന്നയാളാണ് ഞാൻ. ഈ കോതമംഗലമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തീരുമാനം എടുത്തിരിക്കുക. കാരണം അങ്ങനെ കുറച്ചു നാള് ഫോറസ്റ്റിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്നപ്പം ഈ KP ബാബുവും ഉരുളേച്ചനും എല്ലാം കൂടി ഈ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു നിങ്ങൾക്ക് തന്നേക്കാവുന്നത്. അവിടെ പോയി മീറ്റിംഗ് കൂടി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മുനിസിപ്പാലിറ്റിക്ക് സ്ഥലം കൊടുക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ ഇപ്പം അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ തടസ്സമുണ്ട്, ആ നിയമത്തിന്റെ തടസ്സമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക. തീരുമാനമെടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. വനം വകുപ്പിനെ വരുതിയിലാക്കി ഉന്നതാധികാര സമിതിയുടെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനം നടപ്പാക്കണമെങ്കിൽ ഇനിയും കടമ്പകൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വ്യക്തമാക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടക്കുന്ന കോഴിപ്പിള്ളി പാലം പള്ളിയം പള്ളത്തുപടി റോഡിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ വളവുകൾ നിവർത്താനും പരിശ്രമം. പാലത്തിനടുത്തുള്ള വലിയ വളവുകളിലൊന്ന് നേരെയാക്കാനുള്ള നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. ഡോക്ടർ നൈസ് തേക്കിലക്കാട്ടാണ് വളവ് നിവർത്താനുള്ള സ്ഥലം നൽകിയത്. കോഴിപ്പിള്ളി പാലം പള്ളിയം പള്ളത്തുപടി റോഡ് BMBC ടാറിങ്ങിലൂടെയാണ് പുനരുദ്ധരിക്കുന്നത്. വലിയ വളവുകളും വീതി കുറവും മൂലം റോഡിന്റെ നിലവാരം ഉയർന്നാലും അപകട സാധ്യത അവശേഷിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ റോഡിന്റെ വീതി കൂട്ടാനും വളവുകൾ നിവർത്താനും ശ്രമം ആരംഭിച്ചത്. പാലത്തിനടുത്തുള്ള വലിയ വളവ് നിവർത്താനുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. റോഡരികിലെ സ്ഥലയുടമ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാവുകയായിരുന്നു. ആ വ്യക്തിനെ, അതായത് ആ സ്ഥലമുടമയെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ഇന്ന് ആ വളവ് എടുത്ത് വളവ് നിവർത്തുവാൻ ആ കുടിയുടമ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വളവ് നിവർത്തി. ഇതുപോലുള്ള വളവുകൾ ഇനിയും റോഡിലില്ല. ഇത്രയും അപകട ഭീഷണി, അതായത് റെബലൈസർ റോഡ് വരുമ്പോൾ തീർച്ചയായും നാളെ വളരെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വളവാണിത്. ഈ വളവ് നിവർത്തുവാൻ ഇന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാനൊരു നന്ദി നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് നടത്തിയ ചർച്ചയിലൂടെയാണ് വളവില്ലാതാക്കാൻ നടപടിയായത്. മറ്റു ഭാഗങ്ങളിലും റോഡിന്റെ വീതി ഉറപ്പുവരുത്താൻ സ്ഥലയുടമകളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം PV മോഹനൻ അറിയിച്ചു. ഇനിയും ഈ റോഡിന്റെ പല സ്ഥലങ്ങളിലും വീതിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് എല്ലാവരോടും ചർച്ചയിലൂടെ പരിഹരിച്ച് റോഡ് വീതി കൂട്ടി പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാവരും സഹകരിക്കും എന്നതിൽ ആരും തർക്കമില്ല. പിണ്ടിമന കുടിവെള്ള വിതരണ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായി സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികൾ മോഷണം പോയി. മാലിപ്പാറ പരപ്പൻചിറയ്ക്ക് സമീപമുള്ള വാട്ടർ അതോറിറ്റിയുടെ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നവയാണ് ഇവ. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതായി പറയുന്നു. കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കോതമംഗലം ശാഖ കോഴിപ്പിള്ളിയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കോതമംഗലം ശാഖ KSRTC ജംഗ്ഷനിൽ നിന്നും കോഴിപ്പിള്ളി പാർക്ക് വ്യൂ ജംഗ്ഷനിലേക്കാണ് മാറ്റിയത്. പ്രവർത്തനോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു നിർവഹിച്ചു.
കുബേര പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നിലയിൽ വളരെ ചെറുകിട ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കുമ്പോഴും ജനങ്ങൾക്ക് ആശാവഹമായി നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് വാങ്ങാൻ കഴിയുമോ? നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ വ്യക്തിഗത ആജാമ്യത്തിൽ 5,000 രൂപ മുതൽ 25,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് നാഷണലൈസ്ഡ് ദേശസംഘടന ബാങ്കുകൾക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഓടിയെത്തി കൈനീട്ടിയാൽ കിട്ടുന്ന ദൂരത്തിൽ പണം ഇരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ദേശസംഘടന ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കാത്തലിക് മുസ്ലിം ബാങ്ക് അല്ലെങ്കിൽ അതുപോലെ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതൊക്കെ ഷെഡ്യൂൾഡ് ഫോർമുലയിൽപ്പെടുന്ന ബാങ്കുകളാണ്. അവരൊന്നും നമ്മൾ കൈനീട്ടുന്ന ദൂരത്ത് പണം ഇരിക്കുന്നില്ല എന്നുള്ള ഒരു മാനസികമായ വിഷമം സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് കുബേരന്മാർ വളർന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കൊള്ളപ്പലിശക്കാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നത്. മുനിസിപ്പൽ കൗൺസിലർമാരായ NC ചെറിയാൻ, KV തോമസ്, ഭാനുമതി രാജു, ശാലിനി മുരളി, ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജർ VB ജോൺ ഐകുമാർ, ശാഖാ മാനേജർ ജോസ് ഡേവിഡ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്ന് കേരള വിശ്വകർമ്മ മഹിളാ സംഘത്തിന്റെ മൈക്രോ ഫിനാൻസ് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ശാരദ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അമ്മിണി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറിയായിരുന്ന പ്രൊഫസർ MP വർഗീസിന്റെ ജന്മദിന വാർഷിക സമ്മേളനം നടത്തി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ D ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എബ്രഹാം മാർ സേവേറിയസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിന്നി വർഗീസ് പ്രസംഗിച്ചു. ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം വ്യാഴാഴ്ച രാവിലെ 10 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോതമംഗലത്ത് ടി കുരുവിള MLA-ക്കെതിരെ രാഷ്ട്രീയ കലാപം. MLA-യുടെ നോമിനിയെ കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിന് മാണി വിഭാഗം തടയിട്ടു. നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്ന് മാണി വിഭാഗം വിട്ടുനിന്നു. ഒരു ജനറൽ സെക്രട്ടറി രാജിവെച്ചു. മന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കാനുള്ള MLA-യുടെ ക്ഷണം കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ അവഗണിച്ചു. കരകുടത്ത് പ്രായപൂർത്തിയാകാത്ത അമ്മയെയും പിഞ്ചുകുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോതമംഗലത്ത് തടിയിടിപ്പോയിരിക്കുന്ന വനംവകുപ്പ് സ്ഥലം റവന്യൂ വകുപ്പിനും മുനിസിപ്പാലിറ്റിക്കും കൈമാറുന്നതിനുള്ള അന്തിമ തീരുമാനമായിട്ടില്ല. കോതമംഗലത്ത് ജനപ്രതിനിധികളുടെ വാദം പൊളിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.